എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ബ്രെഡും പാലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറേബ്യൻ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം ബ്രെഡ് എടുക്കുക കേട്ടോ. നമുക്ക് എത്ര ആവശ്യമുണ്ടെങ്കിൽ ബ്രെഡ് എടുക്കാൻ 4 ബ്രെഡാണ് എടുക്കുന്നത്. അത് ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ. റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 4 ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള ഈ ബ്രൗൺ കളറിൽ കട്ട് ചെയ്ത സംഭവമല്ലേ, അത് ഒരു മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേസ്റ്റ് ആകൊന്നുമില്ല, നമ്മളിത് കളയൊന്നും വേണ്ട, ഇതുകൊണ്ട് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാം. അതുപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ പൊടിച്ചിട്ടുണ്ട്. പൊടിച്ചതിന് ശേഷം 2 ഏലക്കായും കൂടി ഇട്ടിട്ട് വീണ്ടും പൊടിക്കാം കേട്ടോ. ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇനി നല്ല ഒരു അടി കട്ടിയുള്ള ഒരു ചട്ടി വെച്ചിട്ട് അതിൽ നമുക്ക് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 4 സ്പൂണ് പഞ്ചസാര ഞാൻ ഇതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ കുറച്ചിട്ട് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുക്കാം. തീ കൂട്ടാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ കരിഞ്ഞു അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മെൽറ്റായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ വീണ്ടും ഇങ്ങനെ ആക്കി നമ്മുടെ കളറ് മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതായത് ഇപ്പോൾ കണ്ടോ, ചെറിയ കളർ മാറ്റം വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി കഴിഞ്ഞാൽ ബ്രൗൺ കളറാകും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരു ഗ്ലാസ് പാലൊഴിക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ നമ്മുടെ കട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. അത് 2 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അതിലോട്ട് അലിഞ്ഞിട്ട് റെഡി ആവും കേട്ടോ. ഇതപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിളപ്പിക്കുക കേട്ടോ. തിളപ്പിച്ചതിന് ശേഷം തിള വരുന്നുണ്ട്. തിളക്കുമ്പോൾ ബ്രെഡ് പൊടിച്ചില്ലേ നമ്മൾ, അത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം. ഇട്ടുകൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫാക്കാം കേട്ടോ. ഇനി ഒരു ബൗൾ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച ബ്രെഡില്ലേ, ബ്രെഡ് ഒന്ന് അതിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ചൂടോട് കൂടിയിട്ട് ഈ ബ്രെഡിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മേലെ ഫുള്ള് കവർ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും ഒഴിച്ചു കൊടുക്കാം. വീണ്ടും മൂന്നാമത് നെക്സ്റ്റ് ഒരു ബ്രെഡും കൂടി വെച്ചെടുത്തിട്ട് 3 ലെയറായിട്ടാണ് വെച്ചെടുക്കുന്നത്. 3 എനിക്കിപ്പോൾ ആവശ്യം വന്നേ. 4 ഞാൻ കട്ട് ചെയ്തിരുന്നു. പക്ഷേ 3 ആയപ്പോൾ തന്നെ ഇത് ബൗളിൻ്റെ മേലെ ഭാഗം ഫുള്ളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 3 വെച്ച് ഫുള്ളായി അതിൽ ഒഴിച്ച് കവർ ചെയ്ത് ഫുള്ളായി ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഡെക്കറേഷന് ഞാൻ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇടാം. അപ്പോൾ ഞാൻ ബദാമാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ബദാം ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് എല്ലായിടത്തും ഇട്ടെടുത്തിട്ടോ. ഇനി ഇപ്പോൾ ചൂടുണ്ട് കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. കണ്ടോ, അതിൽ അലിഞ്ഞു പോകും. അത് നല്ലൊരു കണ്ടോ സ്മൂത്തായിട്ട്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് കുറച്ച് കൊടുത്തു കേട്ടോ. കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം. മധുരമൊക്കെ അല്ലേ, അപ്പോൾ അവർക്ക് പൊതുവെ പുഡിങ്ങൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.